ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്ലോറിംഗ് വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ കാറ് വാഷ് ചെയ്യാൻ പോവാണ്. കാറൊക്കെ വാങ്ങി ഇപ്പം ഇടയ്ക്ക് വാഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിപ്പോൾ കാർ വാഷ് പ്ലസ് നമ്മളൊരു പോളിഷിങ് ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതും വീട്ടിൽ നിന്ന് വേറെ ഒരു എക്യുപ്മെൻറ്റ്സോ മെഷീനറീസോ ആവശ്യമില്ല. ജസ്റ്റ് കാർ വാഷ് ആൻഡ് കാർ പോളിഷ്, അത് രണ്ടും മാത്രമേ വേണ്ടുള്ളൂ നമുക്ക്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ വണ്ടി ഒരു വലിയ റണ്ണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ട്. മൊത്തം പൊടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ടയറ് സൈഡൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ വണ്ടിയിൽ പിറകുവശത്താണ് പൊടി ഉണ്ടാവുക. എസ്പെഷ്യലി ഇപ്പം വൈപ്പർ ഉള്ളത് കൊണ്ട് വൈപ്പർ ഇല്ലാത്ത ഭാഗത്തൊക്കെ മൊത്തം പൊടി വന്നിട്ടാണുള്ളത്. അപ്പം പൊടിയും കാര്യങ്ങളും പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുവാണ് വണ്ടി. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വെള്ളം അടിച്ച് ആ പൊടിയൊക്കെ ഒന്ന് കളയുക. ജസ്റ്റ് ഒന്ന് കാറ് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ വാഷ് ചെയ്യുമ്പം നമ്മൾ സാധാരണ ഷാമ്പൂ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ കാർ വാഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇതിപ്പം കാറ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരുമിച്ച് കിട്ടിയതാണ്. ഒരു നല്ലൊരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോഞ്ച് ടൈപ്പാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കാർ വാഷ് എന്ന് പറഞ്ഞൊരു ലിക്വിഡും സിലിക്കൺ ഗ്ലേസ് എന്ന് പറഞ്ഞ ഗ്ലേസിങ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സിലിക്കൺ ഗ്ലേസ് ആണ് നമ്മൾ പോളിഷിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പിറകുവശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇതിപ്പം കാർ വാഷ് നമ്മളൊരു ബോട്ടിൽ ക്യാപ്പിൻ്റെ ഒരു കാൽഭാഗം ഒരു ബക്കറ്റിൽ മതിയാവും. അപ്പോൾ അത് നമ്മൾ കാൽഭാഗം എടുത്തു. അപ്പം അതിൻ്റെ അകത്തേക്ക് അത് ഒഴിക്കുവാണ്. ഇത് മതിയാവും. ഒരു കാറ് വാഷ് ചെയ്യേണ്ട ഫോം ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് നമുക്കിത് കാറ് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട്. കാരണം വെച്ചാൽ നമ്മളൊരു ബോട്ടിൽ ക്യാപ്പിൻ്റെ 25% നമ്മൾ എടുക്കുന്നുള്ളൂ ഒരു ബക്കറ്റിലേക്ക്. കണ്ടില്ല, നല്ലോണം ഫോം ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമ്മളിത് കാറിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നത് ഫോമായിട്ടാണ്. വെള്ളം അങ്ങനെ തന്നെ ഒഴിക്കുകയല്ല ചെയ്യുന്നത്. ഈ ഫോമാണ് നമ്മൾ കാറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, കഴിയുന്നത് നമ്മൾ കൈ കൊണ്ട് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും, കയ്യിലേക്ക് കിട്ടും. അപ്പം സ്ക്രാച്ചസ് ഒഴിവാക്കാൻ പറ്റും. ജസ്റ്റ് ഫോം ചെയ്തിട്ട് ആ ഫോം നമ്മൾ കാറിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. അത് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ ഫോം അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാലാണ് ആ അഴുക്കൊക്കെ ഇളകി വരിക. നമ്മൾ ഈ സാധാരണ തുണി നമ്മൾ സോപ്പിട്ട് വെക്കില്ലേ, അതേപോലത്തെ ഒരു സംഭവമാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ത്രൂ ഔട്ട് ഈ ഫോം അപ്ലൈ ചെയ്യുക എല്ലായിടത്തും. നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പം ക്ലിയറായിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ കൈ കൊണ്ട് ഫോം അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാറിൻ്റെ അടിഭാഗത്തൊക്കെ ഈ മണ്ണൊക്കെ ഉണ്ടാവും. മണ്ണ് പൊടി മാത്രമല്ല, ഈ കല്ലിൻ്റെ ചെറിയൊരു ഇതും അങ്ങനത്തെ കുറച്ച് തരിയായിട്ടുള്ള ഇതെല്ലാം ഉണ്ടാവും.
ഇതാ അത് നമുക്ക് കാണാം. അത് നമ്മൾ തുണി ഉപയോഗിച്ചിട്ടാണ് തുടക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ സ്ക്രാച്ച് ആവുക ചെയ്യുക. അതിനേക്കാളും നല്ല കൈ ജസ്റ്റ് ആ വെള്ളം ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് അത് വന്നോളും. അപ്പോൾ അതിനാണ് നമ്മളിത് കൈവച്ച അടിഭാഗം ജസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, ഇത് വേണമെങ്കിൽ നമ്മൾ ആദ്യം ഒഴിച്ച സാധനം തന്നെ വീണ്ടും ഫോം ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ആ ഫോം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ത്രൂ ഔട്ടായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ കാർ വാഷ് ഒരു 2-3 മിനിറ്റ് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം നമുക്കിപ്പോൾ വൈപ്പ് ഉപയോഗിച്ച് വെള്ളമടിച്ച് ആ ഫോമൊക്കെ കഴുകി കളയാം. അപ്പോൾ ഇത് നമ്മളെ കാർ വാഷിംഗ് ആണ്. കാർ വാഷ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ആ ഫോം വെച്ചിട്ട്. അപ്പം അത് എന്നിട്ട് വൈപ്പ് ഔട്ട് ചെയ്യുക. അതായത് ഒരു ഡ്രൈ തുണി ഉപയോഗിച്ചിട്ടോ, അതായത് ബനിയൻ ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നല്ല സോഫ്റ്റായിട്ട് വെള്ളം പിടിച്ചെടുക്കുന്ന ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമുക്കത് ഡ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് പോളിഷിംഗ് ആണ്. അപ്പോൾ പോളിഷിങ്ങിൽ ഫുൾ ഡ്രൈ ആയിരിക്കണം. ഡ്രൈ സർഫേസിലാണ് നമ്മൾ ഇത് പോളിഷ് അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ പോളിഷിങ്ങിൻ്റെ ഇത് സിലിക്കൺ ഗ്ലേസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് എടുക്കുക. അതിൻ്റെ അകത്ത് സിലിക്കൺ ഗ്ലേസ് എടുക്കുക. ഓക്കെ, ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഡോട്ട്സ് ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. ചെറിയ രീതിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇത് ഈ കാണുന്നത് പോലെ കൊടുക്കുക. കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുള്ള സർഫേസിലായിരിക്കണം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് അത് ആക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ റബ്ബ് ചെയ്യുക വേണ്ടുന്നത്. അത് ഒന്നിക്കൽ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള സർക്കുലർ മോഷൻ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റബ്ബ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ സപ്പോസ് ഇപ്പം ക്ലോക്ക് വൈസിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മളിത് പോളിഷിങ് ചെയ്യുമ്പോൾ, അതായത് സ്മൂത്തൻ ചെയ്യുമ്പം അത് ആൻറ്റി ക്ലോക്ക് വൈസിലേക്കാണ് നമ്മൾ റബ്ബ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോളിഷിങ് ചെയ്യുമ്പം ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ പിറകുവശത്ത് നല്ല ഷൈനിങ് ഉണ്ട്. മുന്നോട്ടേക്ക് വരുമ്പം ഷൈനിങ് ഇല്ല. കാരണം വെച്ചാൽ മുന്നോട്ടാണ് ഇപ്പം സിലിക്കൺ ഗ്ലേസ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് വരിക അപ്ലൈ ചെയ്ത ടൈം. ഇതാ നിങ്ങൾക്ക് കാണാം,
ഇതൊക്കെ അപ്ലൈ ചെയ്ത സർഫേസാണ്, ഷൈനിങ് ഒക്കെ പോയിട്ടുള്ളത്. അത് ആ പോളിഷ് സിലിക്കൺ ഗ്ലേസ് അപ്ലൈ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അതൊരു 2-3 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലേക്ക് എത്തും. നമ്മളൊരു സർക്കുലർ മോഷനിലാണ് അത് അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ബ്ലാക്ക് കളർ ഉണ്ടോ, ഈ ബ്ലാക്ക് മാറ്റ് ഫിനിഷൊക്കെ ചെയ്തത് അവിടെ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സിലിക്കൺ ഗ്ലേസ് അപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, ഇതുപോലെ മാറ്റ് ഫിനിഷ് വരുന്നതിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, ഗ്ലാസസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഗ്ലാസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗ്ലേസിങ് ആണിത്. അപ്പോൾ നമ്മളെ ഗ്ലാസിൻ്റെ സീ ത്രൂ എന്നുള്ളൊരു സംഭവം ഫങ്ഷൻ കംപ്ലീറ്റ്ലി പോവും. അപ്പം ആ ഒരു രീതിയിലേക്ക് ആവരുത്. കംപ്ലീറ്റ്ലി മെറ്റൽ അല്ലെങ്കിൽ ക്രോം ഫിനിഷിങ്ങിലൊക്കെ നമുക്ക് സിലിക്കൺ ഗ്ലേസ് അപ്ലൈ ചെയ്യാൻ പറ്റും കാറിൻ്റെ. അപ്പോൾ ആ ഏരിയയിൽ മാത്രം നമ്മൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു 2-3 മിനിറ്റ് നമ്മൾ സിലിക്കൺ ഗ്ലേസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു മാറ്റ് ഫിനിഷായിട്ടാണ് വരിക. ആ ഷൈനിങ് ഒക്കെ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സോഫ്റ്റായിട്ടുള്ള നമ്മളിപ്പോൾ കാണിച്ച സ്പോഞ്ച് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അപ്ലൈ ചെയ്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ പോളിഷിങ് ചെയ്യുകയാണ്. ഇനിയാണ് പോളിഷിങ് ചെയ്യുന്നത്. നമ്മൾ റബ്ബ് ചെയ്യുകയോ ചെയ്യുന്നത്. ആ റബ്ബിങ്ങിലാണ് നമ്മൾ പോളിഷിങ് ഷൈനിങ് വരുന്നത്, കാറിന് കോട്ടിങ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം അതിങ്ങനെ ഗ്ലേസി ആയിട്ടുള്ളൊരു ഫീല് വരുന്നുണ്ട്. ഗ്ലേസിങ് ആദ്യം വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ പോളിഷിങ് അവിടെ ലെയറായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെയാണ് നമ്മൾ റബ്ബ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാർ പോളിഷിങ് ചെയ്യാൻ പറ്റുന്നൊരിതാണ്. അതും വളരെ ചീപ്പായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ചെറിയൊരു മെനക്കേടേ ഉള്ളൂ ഇതിന്. പക്ഷേങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ കാർ വാഷിങ്ങും കാർ പോളിഷിങ്ങും മാത്രമേ നമുക്ക് കാര്യമായിട്ട് അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ വരുന്നുള്ളൂ. അത് കാർ വാഷ് ചെയ്യാനും ഈ പോളിഷ് ചെയ്യാനും മാത്രമേ നമുക്ക് കുറച്ചൊരു വർക്ക് വരുന്നുള്ളൂ. അപ്പം അതെന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം മിഷനറീസോ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നൊന്നുമില്ല. വെറും ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പ്ലസ് ഈ സാധനങ്ങളും സിലിക്കൺ ഗ്ലേസും കാർ വാഷും എല്ലാ ഏരിയയിലും ഇതുപോലെ പോളിഷിങ് ചെയ്യുക. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത സെയിം ഡയറക്ഷൻ അല്ലാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോളിഷിങ് ചെയ്യുക, റബ്ബ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടല്ലോ ഇത്രയും സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒരു മണിക്കൂർ നമുക്ക് ഒരു ടൈം കളയണമെന്നേ ഉള്ളൂ. ഏകദേശം നമുക്കിപ്പം ഒരു കാറ് വാഷ് ചെയ്യുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുൾ ബോട്ടിലൊന്നും യൂസ് ചെയ്യേണ്ട, ചെറിയൊരു എമൗണ്ട് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ട. നമുക്കൊരു 4-5 പ്രാവശ്യം ഒരു കാറ് നമുക്ക് ആ ഒരു ബോട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പോളിഷിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ഫൈനൽ പ്രോഡക്റ്റ് ഇതാ. നിങ്ങൾക്ക് കാണാം കാർ എങ്ങനെ കിടക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കാണിച്ച് കാറ് പോലെ ആണോ ഇത് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം. കാരണം വീഡിയോൻ്റെ ആദ്യം നല്ല പൊടിയും എന്താ പറയുക മൊത്തത്തിലൊരു ഇത് പിടിച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ പോയി ഗ്ലേസിങ് കൂടി പോളിഷിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോളിഷ് ചെയ്യുന്നത്. ഇതിൽ ഇപ്പം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള കാർ വാഷും സിലിക്കൺ ഗ്ലേസും ഈ രണ്ട്. അപ്പോൾ ഇതിൻ്റെ റിക്വയർമെൻറ്റ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ. അപ്പം ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കോൺടാക്റ്റ് ചെയ്താൽ മതി. എന്തൊക്കെയാണ് വേണ്ടത്, എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഞാൻ അവിടെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ്.